ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഇറ്റ്സ് മീ അസി കോസസ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമൻ ബൈ വില്യം ഷേക്സ്പിയർ. എന്താണ് ഇതിനകത്ത് പറയാനുള്ളത് എന്നുള്ളതല്ലേ? ലെറ്റ്സ് മൂവ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പ്രധാനമായും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിനകത്തെ ഫസ്റ്റ് യൂണിറ്റിനകത്തെ മൂന്നാമത്തെ ചാപ്റ്റർ ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമൻ എന്ന് പറയുന്ന ആ ഒരു ഡ്രമാറ്റിക് സ്പീച്ചാണ്. ഈ ഒരു ഡ്രമാറ്റിക് സ്പീച്ച് നല്ലപോലെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ബി ഫെമിലിയർ വിത്ത് ദ ഹിസ്റ്റോറിക് പ്ലേ ജൂലിയസ് സീസർ ബൈ വില്യം ഷേക്സ്പിയർ. ഞാനൊരു കഥ പറയാം. റോമ സാമ്രാജ്യം പ്രധാനമായും ഭരിച്ചിരുന്നത് 3 സൈനിക നേതാക്കളായിരുന്നു: പോംപെ, ജൂലിയസ് സീസർ, ക്രാസസ്. ഈ 3 പേരും കൂടെയാണ് റോമിൻ്റെ ഭരണം പ്രധാനമായും കയ്യേറിയിരുന്നത്. അങ്ങനെ ഈ 3 പേരിൽ തന്നെ ഏറ്റവും സമർത്ഥനായ നേതാവായിരുന്നു ജൂലിയസ് സീസർ. ജൂലിയസ് സീസർ തൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുകയും അദ്ദേഹം കാലക്രമേണ റോമിലെ ചക്രവർത്തിയായി വരികയും ചെയ്തു. ഈ ഒരു സമയത്ത് ജൂലിയസ് സീസറിൻ്റെ സെനറ്റിനകത്ത് തന്നെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭരണസമിതിക്കകത്ത് തന്നെ ജൂലിയസ് സീസറിനെ സപ്പോർട്ട് ചെയ്തും അദ്ദേഹത്തെ എതിർത്തുകൊണ്ടുള്ള ഒരു വിഭാഗം ആളുകൾ ഉടലെടുക്കുന്നു. ജൂലിയസ് സീസറിനെ എതിർത്തുകൊണ്ടുള്ള ആ ഒരു വിഭാഗത്തിൻ്റെ നേതാവായിരുന്നു കാഷ്യസ്. ഈ കാഷ്യസിന് ആദ്യകാലം മുതൽക്കേ ജൂലിയസ് സീസറിൻ്റെ നേട്ടങ്ങളിൽ വളരെ അസൂയാലുവായിരുന്നു അദ്ദേഹം സമർത്ഥനും ബുദ്ധിമാനുമായിരുന്നു. അങ്ങനെ ഈ കാഷ്യസ് ജൂലിയസ് സീസറിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇതേ സമയം ജൂലിയസ് സീസറിൻ്റെ ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കളായിരുന്നു ബ്രൂട്ടസും മാർക്ക് ആൻ്റണിയും. ബ്രൂട്ടസ് ജനകീയനായ ഒരു നേതാവായിരുന്നു. ബ്രൂട്ടസുമായി കൂട്ടുകൂടി കഴിഞ്ഞാൽ, ബ്രൂട്ടസുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ താൻ ഉദ്ദേശിച്ച കാര്യം എളുപ്പത്തിൽ നടക്കുമെന്ന് മനസ്സിലാക്കിയ കാഷ്യസ് ബ്രൂട്ടസുമായിട്ട് ഒരു ഗൂഢാലോചന നടത്തുകയും ബ്രൂട്ടസിന് ഇനിയും നമ്മൾ സീസറിനെ ഇതുപോലെ വളരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് റോമ രാജ്യത്തിൻ്റെ തകർച്ചയിലേക്കായിരിക്കും നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യപരമായിട്ടുള്ള പല പ്രവൃത്തികളും രാജ്യത്തെ അതൊരു ഏകാധിപത്യത്തിലേക്ക് നയിക്കും, രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ അത് തകർക്കും. മാത്രമല്ല, കാലാകാലം നമ്മളെല്ലാവരും അടിമകളായി ഇവിടെ കഴിയേണ്ടി വരും എന്ന കാര്യം കാഷ്യസ് ബ്രൂട്ടസിനെ ബോധ്യപ്പെടുത്തുന്നു. ബ്രൂട്ടസ് ഇത് കേട്ടയുടനെ ആദ്യം സീസറിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ബ്രൂട്ടസ് കാഷ്യസിൻ്റെ ഈ ഒരു വരവോടുകൂടെ നേരെ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു. അതെ, ഈ കാഷ്യസ് പറഞ്ഞ കാര്യത്തിലും എന്തുണ്ട്, സത്യമില്ലാതില്ല. അങ്ങനെ ഈ ബ്രൂട്ടസിൻ്റെയും കാഷ്യസും ഉൾപ്പെടുന്ന ഒരു സംഘം ജൂലിയസ് സീസറിനെ വകവരുത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു യുദ്ധത്തിൽ ജൂലിയസ് സീസറിനെ 3 കുത്തുകൾ ഏൽക്കുന്നുണ്ട്. ജൂലിയസ് സീസറിന് ആദ്യം അവരുടെ ടീമിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തെ കുത്തുന്നു, രണ്ടാമതായിട്ട് കാഷ്യസ് കുത്തുന്നു, മൂന്നാമതായി ജൂലിയസ് സീസറിനെ കുത്തുന്നത് നമ്മുടെ ബ്രൂട്ടസ് ആണ്. തൻ്റെ ഏറ്റവും ആത്മമിത്രമായിരുന്ന ബ്രൂട്ടസ് തന്നെ കൊലപ്പെടുത്തുന്ന ആ ഒരു സംഘത്തിനകത്തുണ്ടായിരിക്കുമെന്ന് ഒരിക്കലും ജൂലിയസ് സീസർ കരുതിയിരുന്നില്ല. അങ്ങനെ മൂന്നാമത്തെ കുത്തുന്നത് ബ്രൂട്ടസ് ആണല്ലോ എന്നോർത്ത ജൂലിയസ് സീസർ അവിടെ നടത്തുന്നൊരു ഡയലോഗുണ്ട്. അതാണ് ചതിയുടെയും വഞ്ചനയുടെയും ഒക്കെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു കോട്ടായിട്ട് ഇന്നും അറിയപ്പെടുന്നത്, യു ടു ബ്രൂട്ടസ്. ആക്ച്വലി ആ ഒരു സന്ദർഭത്തിൽ തൻ്റെ ആത്മമിത്രമായിരുന്ന ബ്രൂട്ടസും തന്നെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നത് വിശ്വസിക്കാൻ ഒരിക്കലും ജൂലിയസ് സീസറിന് ആകുമായിരുന്നില്ല. അങ്ങനെയാണ് ജൂലിയസ് സീസറിനെ ആ ഒരു വാളെടുത്ത് കുത്തുന്ന സമയത്ത് ആ ഒരു ഷോക്കിൽ, ടോട്ടലി ഷോക്ക്ഡ് ആയിട്ട് ജൂലിയസ് സീസർ ബ്രൂട്ടസിനോട് ചോദിക്കുന്നു, യു ടു ബ്രൂട്ടസ് നീയോ? അതായത് ആക്ച്വലി അദ്ദേഹത്തിന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തൻ്റെ ആത്മമിത്രമായ ബ്രൂട്ടസ് എങ്ങനെയാണ് തന്നെ കൊലപ്പെടുത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ ജൂലിയസ് സീസർ മരണപ്പെടുന്നു. ജൂലിയസ് സീസറിൻ്റെ മരണത്തിന് ശേഷം ബ്രൂട്ടസ് റോമൻ ജനങ്ങൾക്ക് മുന്നിൽ ഒരു പ്രസംഗം നടത്തുന്നു. ആ പ്രസംഗത്തിലുടനീളം ബ്രൂട്ടസ് എന്തിനാണ് ജൂലിയസ് സീസറിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കാരണങ്ങൾ വ്യക്തമാക്കുന്നു. ജനാധിപത്യത്തിൻ്റെ തകർച്ചയെക്കുറിച്ചും
ഇനിയും സീസറിനെ നമ്മളിങ്ങനെ വിട്ടുകഴിഞ്ഞാൽ അത് റോമ രാജ്യത്തിൻ്റെ തകർച്ചയിലേക്കായിരിക്കും നയിക്കുന്നത്. അതുകൊണ്ട് റോമിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് സീസറിനെ കൊല്ലേണ്ടി വന്നു. അദ്ദേഹം പറയുന്നു. ബ്രൂട്ടസിൻ്റെ ഈ ഒരു പ്രസംഗം കേട്ട് അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ കൺവിൻസ്ഡ് ആകുകയാണ്. ജനങ്ങൾക്ക് മുഴുവൻ തോന്നി ബ്രൂട്ടസ് ആണ് ശരി, ബ്രൂട്ടസ് ചെയ്തതായ കാര്യത്തിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ ഇദ്ദേഹത്തിന് തോന്നുകയാണ്. ഈ ഒരു സമയത്താണ് നമ്മുടെ ജൂലിയസ് സീസറിൻ്റെ ആത്മമിത്രമായിരുന്ന മറ്റൊരു മിത്രമായിരുന്ന മാർക്ക് ആൻ്റണി നമ്മുടെ ഈ ഒരു ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. അദ്ദേഹം കാണുന്നത് ശവപ്പെട്ടിയിൽ കിടക്കുന്ന ജൂലിയസ് സീസറിനെയും റോമൻ ജനതയ്ക്ക് മുന്നിൽ ഇത്രയും ഒരു പ്രസംഗം നടത്തിയ നമ്മുടെ ബ്രൂട്ടസ്. ആ ഒരു പ്രസംഗത്തിൻ്റെ ഫലം എന്നോണം ആ ജനങ്ങൾ മുഴുവൻ ചിന്തിക്കുന്നത് സീസർ തെറ്റായിരുന്നു, ബ്രൂട്ടസ് ആണ് ശരി, ഇങ്ങനെയാണ് കരുതുന്നത്. അപ്പോൾ ആ റോമൻ ജനതയുടെ ആ ഒരു ചിന്താഗതി മാറ്റിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ, ടു ടേൺ ദ പീപ്പിൾ അഗെയിൻസ്റ്റ് ബ്രൂട്ടസ് ആൻഡ് ഹിസ് കോൺസ്പിരേറ്റേഴ്സ്, ഈ ഒരു ചിന്താഗതിയോടുകൂടെ നമ്മുടെ മാർക്ക് ആൻ്റണി അവിടെ ഒരു പ്രസംഗം നടത്തുന്നു. ആ പ്രസംഗമാണ് നമ്മളിവിടെ പഠിക്കുന്ന ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. അപ്പം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ പഠിക്കുന്ന ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ എന്ന് പറയുന്ന ചാപ്റ്റർ വില്യം ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസർ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക് പ്ലേക്കകത്തിൽ നിന്ന് എടുത്തതാണ്. അതിനകത്തെ ഒരു സീനാണ്. സീൻ 3 രണ്ടാമത്തെ ആക്റ്റായിട്ടാണ് ആക്ച്വലി ഈ ഒരു വർക്ക് വരുന്നത്. ഇത് ഒരു ഡ്രമാറ്റിക് സ്പീച്ചാണ്. ഈ ഒരു ഡ്രമാറ്റിക് സ്പീച്ച് പ്രധാനമായും എഴുതിയിട്ടുള്ളത് ഒരു ബ്ലാങ്ക് വേഴ്സിലാണ്. ബ്ലാങ്ക് വേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളിവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്, ദ വിൽ നോട്ട് ബി എ പ്രോപ്പർ റൈം സ്കീം ഓർ റൈം വേർഡ് ഇൻ എ ബ്ലാങ്ക് വേഴ്സ്. അതായത് ബ്ലാങ്ക് വേഴ്സിനകത്ത് ഒരു റൈം സ്കീമോ റൈമിംഗ് വേർഡോ ഒന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല എന്നതാണ്. ഓക്കെ. ആൻഡ് ഒരു ബ്ലാങ്ക് വേഴ്സിൻ്റെ എപ്പോഴും ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലാങ്ക് വേഴ്സ് എപ്പോഴും എഴുതുന്നത് അയാംബിക് പെൻഡാമീറ്ററിലായിരിക്കും. ഒരു മീറ്ററാണ് അയാംബിക് പെൻഡാമീറ്റർ. അയാംബിക് പെൻഡാമീറ്ററിലാണ് സാധാരണഗതിയിൽ ബ്ലാങ്ക് വേഴ്സുകൾ എഴുതാറുള്ളത് എന്നുള്ളതാണ്. അതായത് ഒരു അയാംബിക് പെൻഡാമീറ്ററിനകത്ത് ഒരു 5 വേർഡ്സ് ഉള്ള ഒരു ലൈനിനകത്ത് 10ഓളം സിലബിളുകളും ആ സിലബിളുകൾ തന്നെ ഒരു അൺസ്ട്രെസ്ഡ് സിലബിൾ ആൻഡ് സ്ട്രെസ്ഡ് സിലബിൾ, ആ ഒരു പാറ്റേണിലായിരിക്കും അത് ഫോളോ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു മീറ്ററിനെയാണ് നമ്മൾ അയാംബിക് പെൻഡാമീറ്റർ എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് നമുക്കിതിനെ ബേസിക്കായിട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്റർ എടുത്തു തുടങ്ങുന്ന സമയത്ത് ആദ്യം നമ്മൾ പറയേണ്ടത് വില്യം ഷേക്സ്പിയറിനെ കുറിച്ചാണ്. ഐ ഹോപ്പ് യു ആർ ഫെമിലിയർ വിത്ത് വില്യം ഷേക്സ്പിയർ. ആൻഡ് ഹി വാസ് എ ഗ്രേറ്റ് ലിറ്റററി ഫിഗർ who has gave a lot of contribution to English literature. ഇംഗ്ലീഷ് സാഹിത്യത്തിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയ ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരനാണ്, നോവലിസ്റ്റാണ്, പ്ലേ റൈറ്റാണ് നമ്മുടെ വില്യം ഷേക്സ്പിയർ. അദ്ദേഹത്തെ ഏറ്റവും പ്രശസ്തനാക്കിയ അദ്ദേഹത്തിൻ്റെ ദുരന്ത നാടകങ്ങളാണ് ഹാംലെറ്റ്, ഒഥല്ലോ, കിങ് ലിയർ, മാക്ബത്ത്. ഈ വർക്കുകളോടുകൂടെയാണ് അദ്ദേഹം പ്രശസ്തി ആർജിക്കുന്നത്. 1564 ഏപ്രിൽ 23 ഇംഗ്ലണ്ടിലെ സ്റ്റാറ്റ്ഫോർഡിലാണ്, അവോണിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ബാഡ് ഓഫ് അവൻ എന്ന പേരിലാണ് പ്രധാനമായിട്ടും അദ്ദേഹം അറിയപ്പെടുന്നത്. ആ വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു ഹിസ്റ്റോറിക് പ്ലേ ആണ് ജൂലിയസ് സീസർ. ആ ജൂലിയസ് സീസറിനകത്തെ ഒരു ആക്റ്റാണ് നമ്മളിവിടെ പഠിക്കുന്ന ഡ്രമാറ്റിക് സ്പീച്ച്, ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ. സോ ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റിനകത്ത് കാണാൻ പറ്റുന്ന ഒരു ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ് എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. അവിടെ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ. വെൻ വില്യം ഷേക്സ്പിയേഴ്സ് വെൽ നോൺ ഹിസ്റ്ററി പ്ലേ ജൂലിയസ് സീസർ ഓപ്പൺസ്. വില്യം ഷേക്സ്പിയറിൻ്റെ ഹിസ്റ്റോറിക് പ്ലേ ആയിട്ടുള്ള ജൂലിയസ് സീസർ തുടങ്ങുന്ന സമയത്ത്, സീസർ ഈസ് വൺ ഓഫ് ദ ട്രയംവേഴ്സ് ഹു റൂൾഡ് റോം. റോം ഭരിച്ചിരുന്ന ത്രിനായകന്മാരിൽ ട്രയംവിർസിൽപ്പെട്ട ഒരാളായിരുന്നു ജൂലിയസ് സീസർ. സോ ഹിയർ യു ഹാവ് ടു ബി ഫെമിലിയർ വിത്ത് ദ വേർഡ് ട്രയംവിർ. ട്രയംവിർ എന്ന് പറഞ്ഞാൽ വി കൻ സേ ദാറ്റ് 3 അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓഫ് ആൻഷ്യൻറ്റ് റോം. പുരാതന റോമിനകത്തെ 3 സേനാ തലവന്മാരെയാണ്, ഭരണാധിപന്മാരെയാണ് ട്രയംവിർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പ്രധാനപ്പെട്ട 3 ഭരണാധിപന്മാർ, സൈനിക നേതാക്കൾ എന്ന് പറയുന്നത് ജൂലിയസ് സീസറും പോംപെയും ക്രാസസുമാണ്. ഈ ഭരണകർത്താക്കളിൽ തന്നെ പ്രസിദ്ധനായ സമർത്ഥനായ സൈനിക നേതാവായിരുന്നു ആര്? ജൂലിയസ് സീസർ. ഓക്കെ. ആൻഡ് ഹി ഈസ് അസാസിനേറ്റഡ്
in the Capitol by a band of conspirators. ഈ ജൂലിയസ് സീസറിനെ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലിൽ വെച്ച്, ഐ മീൻ ബ്രൂട്ടസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കോൺസ്പിരേറ്റേഴ്സ്, ഒരു ഗൂഢാലോചന സംഘം അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നു. ആൻഡ് ആഫ്റ്റർ ദിസ് ബ്രൂട്ടസ് എക്സ്പ്ലൈൻസ് ദ റീസൺസ് ഫോർ ദ ആക്ട് ഇൻ എ ഷോർട്ട്. എന്തിനാണ് തങ്ങൾ സീസറിനെ കൊന്നത് എന്നുള്ളതിനെ ചൊല്ലി ബ്രൂട്ടസ് അവിടെ ഒരു പ്രസംഗം അവിടെ നടത്തുന്നുണ്ട്. ആൻഡ് സീക്സ് ബട്ട് ഇഫക്റ്റീവ് സ്പീച്ച് ദാറ്റ് അപ്പിയേഴ്സ് ടു കൺവിൻസ് ദ റോമൻ സിറ്റിസൻസ്. ആ ഒരു സ്പീച്ചിലൂടെ റോമൻ ജനതയെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കൺവിൻസ് ചെയ്യുന്നുണ്ട്. മാർക്ക് ആന്റണി സീസസ് ഫ്രണ്ട് സീക്സ് ബ്രൂട്ടസ് പെർമിഷൻ ടു റെൻഡർ എ ഫ്യൂനറൽ യുലോജി ടു സീസർ. ഈ ഒരു സമയത്താണ് ജൂലിയസ് സീസറിൻ്റെ സുഹൃത്തായിരുന്ന മാർക്ക് ആന്റണി ബ്രൂട്ടസിൻ്റെ പെർമിഷനോടുകൂടെ അവിടെ ഒരു ഫ്യൂനറൽ യുലോജി, ഒരു ഫ്യൂനറൽ സ്പീച്ച് നടത്തുന്നു. യുലോജി എന്ന് പറഞ്ഞാൽ അർത്ഥം സ്പീച്ച് എന്നാണ്. ബ്രൂട്ടസ് അഗ്രീസ്. ആ ഒരു സ്പീച്ചിനുള്ള അനുവാദം ബ്രൂട്ടസ് അവിടെ നൽകുന്നുണ്ട്. ആന്റണീസ് മാസ്റ്റർഫുൾ ഒറേഷൻ എക്സ്പേർട്ട്ലി മാനിപ്പുലേറ്റ്സ് ദ ഇമോഷൻസ് ഓഫ് ദ ക്രൗഡ്. മാർക്ക് ആന്റണിയുടെ ആ ഒരു മാസ്റ്റർലി ഒറേഷനോടുകൂടെ ജനങ്ങൾ കൺവിൻസ്ഡ് ആകുന്നു. ജനങ്ങൾ മുഴുവൻ ബ്രൂട്ടസിന് എഗെയിൻസ്റ്റ് ആയി മാറുന്നു. ഹി പെർസ്യൂഡ്സ് ദം ടു ബിലീവ് ദാറ്റ് ബ്രൂട്ടസ് ആൻഡ് ദ കോൺസ്പിരേറ്റേഴ്സ് ആർ സെൽഫിഷ് മോട്ടീവ്സ്. അദ്ദേഹം റോമൻ ജനതയെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. അതായത് ബ്രൂട്ടസിൻ്റെയും കോൺസ്പിരേറ്റേഴ്സിൻ്റെയും സെൽഫിഷായ മോട്ടീവുകളാണ് സീസറിനെ കൊല്ലാനുള്ള കാരണം. സീസറിൻ്റെ കൊലയ്ക്കുള്ള കാരണം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ്. ആൻഡ് ദ ക്രൗഡ് വാണ്ട്സ് ടു അവെഞ്ച് സീസേഴ്സ് മർഡർ. അങ്ങനെ ആ റോമൻ ജനത മുഴുവൻ ആരാണോ സീസറിനെ കൊലപ്പെടുത്തിയത്, സീസറിൻ്റെ കൊലയാളികൾക്ക് എതിരെ ഒരു പ്രതികാര ബുദ്ധി അവരിൽ ഉണ്ടാകുന്നു. സോ ഹിയർ is an extract from Antony's oration, the first part of the speech during which the mob have begun to change their minds. അപ്പോൾ ആ ഒരു ഡ്രമാറ്റിക് സ്പീച്ചിനകത്തെ ഫേസ്റ്റ് പാർട്ടാണ് നമ്മളിവിടെ പഠിക്കുന്ന ഈ ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ എന്ന് പറയുന്ന ഈ ഒരു വർക്ക്. സോ ഇതാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിനെ കുറിച്ചുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്ക് വേണം. ആരാണ് ഈ ഒരു ഡ്രമാറ്റിക് സ്പീച്ച് ഡെലിവർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആരാണ്? മാർക്ക് ആന്റണി. ആരുടെ അടുത്താണ് ഈ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോമൻ പീപ്പിൾ. ആരെയാണ് ഈ ഒരു ഡ്രമാറ്റിക് സ്പീച്ചിനകത്ത് മാർക്ക് ആന്റണി അഡ്രസ്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആര്? റോമൻ പീപ്പിൾ. ദെൻ അത് കഴിഞ്ഞാൽ ഇവിടെ വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ദ സ്പീച്ച്? ഈ ഒരു സ്പീച്ചിൻ്റെ പേർപ്പസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ടു ടേൺ ദ പീപ്പിൾ അഗെയിൻസ്റ്റ് ബ്രൂട്ടസ് ആൻഡ് ദ കോൺസ്പിരേറ്റേഴ്സ്. അതായത് ബ്രൂട്ടസിനും കോൺസ്പിരേറ്റേഴ്സിനും എഗെയിൻസ്റ്റ് ആയിട്ട് അവിടെയുള്ള ജനങ്ങളെ മാറ്റുക എന്നതാണ് ഈ ഒരു സ്പീച്ചിൻ്റെ പർപ്പസ്. ആൻഡ് ഇത് ബ്ലാങ്കോസിലാണ് എഴുതിയിട്ടുള്ളത്. ഒരു മീറ്റർ ഫോളോ ചെയ്യുന്നുണ്ട്, അയാംബിക് പെൻറ്റാമീറ്റർ. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ലെൻഡ് മീ യുവർ ഇയേഴ്സ്. ഐ കം ടു ബറി സീസർ, നോട്ട് ടു പ്രൈസ് ഹിം. ഇവിടെ മാർക്ക് ആന്റണി തൻ്റെ മുന്നിലിരിക്കുന്ന ജനങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുകയാണ്, സുഹൃത്തുക്കളെ, റോമക്കാരെ, എൻ്റെ നാട്ടുകാരെ, ലെൻഡ് മീ യുവർ ഇയേഴ്സ്, വിച്ച് മീൻസ് പ്ലീസ് ഗിവ് മീ യുവർ അറ്റൻഷൻ, പ്ലീസ് ലിസൺ ടു മീ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. ഐ കം ടു ബറി സീസർ. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് സീസറിനെ ബറി ചെയ്യാനാണ്, സീസറിനെ അടക്കം ചെയ്യാനാണ്. നോട്ട് ടു പ്രൈസ് ഹിം. ഐ എം ഹിയർ നോട്ട് ടു കോംപ്ലിമെൻറ്റ് ഹിം. ഞാൻ അദ്ദേഹത്തെ സ്തുതിക്കാൻ വേണ്ടിയിട്ടല്ല, അദ്ദേഹത്തെ പുകഴ്ത്താൻ വേണ്ടിയിട്ടല്ല ഇവിടെ വന്നത്, സീസറിനെ അടക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ ഈവിൾ ദാറ്റ് മെൻ ഡു. മനുഷ്യർ ചെയ്യുന്ന തെറ്റായ പ്രവൃത്തികൾ, തെറ്റായ കാര്യങ്ങൾ, ലിവ്സ് ആഫ്റ്റർ ദെം. അവരുടെ മരണശേഷവും നിലനിൽക്കുന്നു. ദ ഗുഡ് ഈസ് ഓഫ്റ്റ് ഇൻറ്റേർഡ് വിത്ത് ദെയർ ബോൺസ്. പക്ഷേ അവർ ചെയ്യുന്ന നല്ലതായ കാര്യങ്ങൾ അവരുടെ അസ്ഥിയോടുകൂടെ തന്നെ ബറി ചെയ്യപ്പെടുന്നു. സോ ഈ ഒരു 2 ലൈൻസിലൂടെ മാർക്ക് ആന്റണി ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ ചെയ്യുന്ന നല്ലതായ പ്രവൃത്തികൾ അവരുടെ മരണത്തോടുകൂടെ ഇല്ലാതാവുകയും അവർ ചെയ്യുന്നതായിട്ടുള്ള ചീത്ത പ്രവൃത്തികൾ മരണശേഷവും നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ ഹിയർ വി കൻ സേ ദാറ്റ് ദ ബാഡ് തിങ്സ് ഓഫ് എ മാൻ വിൽ ലിവ് ഈവൻ ആഫ്റ്റർ ദിയർ ഡെത്ത്, ബട്ട് ദ ഗുഡ് തിങ്സ് വിൽ ബി ബറീഡ് വിത്ത് ദിയർ ബോഡി. സോ എക്സാമിന് ഈ ഒരു ലൈനിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മളോട് ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ആ ഒരു എക്സ്പ്ലനേഷൻ നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കണം. Then if you look at the 4th line, though you can see a word oft, OFT.
ഇവിടെ ഓഫ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ഇംഗ്ലീഷിനകത്ത് ഓഫ്റ്റ് എന്ന് പറഞ്ഞാൽ മോഡേൺ ഇംഗ്ലീഷിനകത്തെ ഓഫൻ എന്നർത്ഥം വരുന്ന വാക്കാണ്. ആൻഡ് ദർ ഈസ് ഇൻറ്റേർഡ്. ഇൻറ്റേർഡ് മീൻസ് ബറീഡ്, കുഴിച്ചു മൂടുക, സംസ്കരിക്കുക. ഓക്കെ. ആൻഡ് സോ ലെറ്റ് ഇറ്റ് ബി വിത്ത് സീസർ. സോ ദ സെയിം ഈസ് ഹാപ്പൻഡ് ഇൻ ദ കേസ് ഓഫ് സീസർ. അദ്ദേഹം പറയുകയാണ് സീസറിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് അതുതന്നെയാണ്. ദ നോബിൾ ബ്രൂട്ടസ്, ശ്രേഷ്ഠനായ ബ്രൂട്ടസ്, മഹാനായ ബ്രൂട്ടസ് ഹാഡ് ടോൾഡ് യു സീസർ വാസ് ആംബിഷ്യസ്. നിങ്ങളോട് പറഞ്ഞു സീസർ ആംബിഷ്യസ് ആണ്, സീസർ ഒരു ദുരാഗ്രഹിയാണ് എന്ന്. ഇഫ് ഇറ്റ് വാസ് സോ, അങ്ങനെയായിരുന്നു എങ്കിൽ ഇറ്റ് വാസ് എ ഗ്രീവസ് ഫോൾട്ട്, അത് വലിയൊരു തെറ്റാണ്. സോ ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് ഗ്രീവസ് ഫോൾട്ട്, ഇറ്റ് വാസ് എ ബിഗ് മിസ്റ്റേക്ക്, അത് വലിയൊരു തെറ്റാണ്. ആൻഡ് ഗ്രീവസ്ലി ഹാഡ് സീസർ ആൻസർഡ് ഇറ്റ്. ആ ഒരു തെറ്റിന് സീസർ ഇവിടെ ഉത്തരം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ മരണം കൊണ്ട് അതിന് റിപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, ഗ്രീവസ്ലി, പെയിൻഫുള്ളി. ആൻഡ് ഹിയർ അണ്ടർ ലീവ് ഓഫ് ബ്രൂട്ടസ് ആൻഡ് ദ റെസ്റ്റ്, ഇവിടെ ബ്രൂട്ടസിൻ്റെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ. സോ ഹിയർ ദ വേർഡ് റെസ്റ്റ് മീൻസ് ഹിസ് ഫ്രണ്ട്സ്. ആരുടെ ഫ്രണ്ട്സ് ആണ്? ബ്രൂട്ടസിൻ്റെ ഫ്രണ്ട്സ് ആണ് ഹിസ് ഫ്രണ്ട്സ്. ഫോർ ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. ബ്രൂട്ടസ് വളരെയധികം നല്ലൊരു മനുഷ്യനാണ്. സോ ആർ ദി ഓൾ ഓണറബിൾ മാൻ. ബ്രൂട്ടസും അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടുള്ള ആളുകളെല്ലാം വളരെ നല്ലവരാണ്. അവരുടെ എല്ലാം പെർമിഷനോടുകൂടെ കമായി ടു സ്പീക്ക് ഇൻ സീസേഴ്സ് ഫ്യൂണറൽ. അവരുടെ എല്ലാം പെർമിഷനോട് കൂടെയാണ് ഞാൻ ഇവിടെ സീസറിൻ്റെ ഫ്യൂണറൽ സ്പീച്ചിന് വേണ്ടി വന്നിരിക്കുന്നതെന്ന് പറയുകയാണ്. സോ ഹിയർ ത്രൂ ദിസ് ലൈൻസ് മാർക്ക് ആൻ്റണി ആസ്ക്ഡ് പെർമിഷൻ ഫ്രം ബ്രൂട്ടസ്. അതായത് ബ്രൂട്ടസിൽ നിന്നും അവിടെ സീസറിനെ കുറിച്ച് ഒരു ഫ്യൂണറൽ യുലോജി നടത്താനുള്ള ആ ഒരു പെർമിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? മാർക്ക് ആൻ്റണി വാങ്ങുന്നുണ്ട്. വളരെ തന്ത്രപരമായിട്ടാണ് മാർക്ക് ആൻ്റണി എന്ത് ചെയ്യുന്നത്? ആ ഒരു പെർമിഷനും കാര്യങ്ങളൊക്കെ പറയുന്നത്. ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ ആൻഡ് ദ നോബിൾ ബ്രൂട്ടസ് എന്നൊക്കെ പറഞ്ഞ് ബ്രൂട്ടസിനെ ഇങ്ങനെ പുകഴ്ത്തിയിട്ടാണ് അദ്ദേഹം ആ ഒരു പെർമിഷൻ വാങ്ങിയെടുക്കുന്നത്. ഓക്കെ, so this is in the first part, and if we go through the second part, look at that. Then ഇവിടെ മാർക്ക് ആൻ്റണി തൻ്റെ സുഹൃത്തായിരിക്കുന്ന സീസറിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. ഹി വാസ് മൈ ഫ്രണ്ട്, ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു മീ. ഐ മീൻ സീസർ വാസ് മൈ ഫ്രണ്ട്. ജൂലിയസ് സീസർ എൻ്റെ സുഹൃത്തായിരുന്നു. ഹി വാസ് വെരി ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു മീ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അദ്ദേഹം വളരെയധികം ഫെയ്ത്ത്ഫുള്ളും ജസ്റ്റുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. സോ ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് ജസ്റ്റ് ഈസ് ഫെയർ മൈൻഡഡ്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. ബട്ട് ബ്രൂട്ടസ് ഈസ് ഹി വാസ് ആംബിഷ്യസ്. പക്ഷേ ബ്രൂട്ടസ് പറയുന്നു അദ്ദേഹം ദുരാഗ്രഹിയാണ് എന്ന്. ആൻഡ് ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. മാത്രമല്ല ബ്രൂട്ടസ് ഇസ് എ റെസ്പെക്റ്റബിൾ മാൻ, ഇസ് എ റെസ്പെക്ട്ഫുൾ മാൻ. വളരെ നല്ലവനാണ്. ഒരേ സമയം ഈ സീസർ ആംബിഷ്യസ് ആണ് എന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം പറയുന്നു ഞാൻ വളരെ നല്ലവൻ. He had brought many captives home to Rome. Then അദ്ദേഹം പറയുകയാണ് ജൂലിയസ് സീസർ ഒരുപാട് തടവ് പുള്ളികളെ റോമിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാപ്റ്റീവ്സ് പ്രസൻ്റ് ആയിട്ടുള്ള തടവിലാക്കപ്പെട്ട ആളുകളെയാണ് ക്യാപ്റ്റീവ്സ് എന്ന് പറയുക. ഒരുപാട് തടവിലാക്കപ്പെട്ട ആളുകളെ ഈ ജൂലിയസ് സീസർ സ്വന്തം വീട്ടിലേക്ക് റോമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഹൂസ് റാൻസംസ് ഡിഡ് ദ ജനറൽ കഫേഴ്സ് ഫിൽ. അവരുടെ മോചനദ്രവ്യമാണ് അവരുടെ ഖജനാവിനെ നിറച്ചത്. റാൻസം എന്ന് പറഞ്ഞാൽ മോചനദ്രവ്യം എന്നാണ് മലയാളം. ആക്ച്വലി വി ക്യാൻ സേ ദാറ്റ് എ സം ഓഫ് മണി ഡിമാൻഡഡ് ഫോർ ദ റിലീസ് ഓഫ് എ ക്യാപ്റ്റീവ്. ഒരു ക്യാപ്റ്റീവിൻ്റെ റിലീസിന് വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു തുകേനെയാണ് റാൻസം എന്ന് പറയുക. അപ്പോൾ അവർ നൽകിയതായിട്ടുള്ള റാൻസമാണ്, മോചനദ്രവ്യമാണ് അവരുടെ കഫേഴ്സ് എന്ന് പറഞ്ഞാൽ എ സ്ട്രോങ് മണി ബോക്സ്, അവരുടെ പണപ്പെട്ടി, അവരുടെ പബ്ലിക് ഖജനാവിനെ നിറച്ചത് അതാണെന്ന് പറയുകയാണ്. Did this in Caesar seem ambitious? ഈ ഒരു പ്രവൃത്തിയാണോ നിങ്ങൾ സീസറിൽ കാണുന്ന ദുരാഗ്രഹം? അതായത് തടവിലാക്കപ്പെട്ട ആളുകൾക്ക് മോചനം കൊടുത്തു എന്ന് പറയുന്നതാണോ നിങ്ങൾ അദ്ദേഹത്തെ ദുരാഗ്രഹിയാണ് എന്ന് പറയാനുണ്ടായ കാരണം? And when that the poor have cried, റോമിലെ പാവപ്പെട്ട ജനങ്ങൾ കരഞ്ഞതായ സമയത്ത് സീസർ ഹാഡ് വെപ്റ്റ്. സീസറും കൂടെ കരഞ്ഞിട്ടുണ്ട്. വീപ്പ് എന്ന വേർബിൻ്റെ പാസ്റ്റാണ് വെപ്റ്റ്. അതായത് റോമിലെ പാവപ്പെട്ടവരായ ജനങ്ങൾ കരഞ്ഞ സമയത്ത് കൂടെ കരഞ്ഞ ആളാണ് ആര്?
Caesar. And ambition should be made of stern stuff. So here Mark Antony says that if Caesar was ambitious, സീസർ ദുരാഗ്രഹിയായിരുന്നു എന്നാണെങ്കിൽ, ambitious ആണ് എന്നായിരുന്നെങ്കിൽ, അദ്ദേഹം തൻ്റെ ജനങ്ങൾ കരയുന്ന സമയത്ത് കൂടെ കരയൂല. കാരണം എന്താ? ambitious ആയിട്ടുള്ള ആളുകൾ they should be stern and stuff. They should be hard. അവർ ഹാർഡായിരിക്കും. അവർ അത്ര കണ്ട് ജനങ്ങൾ കരയുമ്പോൾ കൂടെ കരയുന്നവനല്ല ambitious ആയിട്ടുള്ള ആൾ. And sure he is an honorable man. Then അവിടെ ഒരിക്കൽ കൂടെ മാർക്ക് ആന്റണി പറയുന്നു, yet Brutus says he was ambitious. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു സീസർ വാസ് ambitious. സീസർ ദുരാഗ്രഹിയാണ്, ബട്ട് ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. പക്ഷെ ബ്രൂട്ടസ് വളരെ നല്ലവനാട്ടോ. അതായത് ഇടയ്ക്കിടയ്ക്ക് ഈ മാർക്ക് ആന്റണി അദ്ദേഹത്തിൻ്റെ ഡ്രമാറ്റിക് സ്പീച്ചിനകത്ത് ഇങ്ങനെ ഒരു വെർബൽ ഐറണി എന്നുള്ള രൂപേണയാണ് ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ, ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. Actually, here the intended meaning is Brutus is not an honorable man. But here Mark Antony uses he is an honorable man. അദ്ദേഹം പറയുന്നത് ബ്രൂട്ടസ് ഓണറബിൾ ആയിട്ടുള്ളൊരു മനുഷ്യനാണ് എന്നാണെങ്കിലും ആക്ച്വലി അവിടെ ഉദ്ദേശിക്കുന്നത് ഹീ ഈസ് നോട്ട് മച്ച് ഓണറബിൾ എന്നതാണ്. സോ ഇവിടെ പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഏത്? വെർബൽ ഐറണി. അതുപോലെ ഈ ഒരു ലൈന് കവിതയ്ക്കകത്ത് ഈ ഒരു ഡ്രമാറ്റിക് സ്പീച്ചിനകത്ത് നിരവധി തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് repetition or refrain. So here the next session, you all did see that on the Lupercal. ലുപ്പർക്കലിൽ വെച്ച് നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ലുപ്പർക്കൽ ഇസ് എ ഫെസ്റ്റിവൽ ഇൻ ആൻഷ്യൻ റോം. ആൻഷ്യൻ റോമിനകത്തെ ഒരു ഫെസ്റ്റിവലിനെയാണ് ലുപ്പർക്കൽ എന്ന് പറയുന്നത് കേട്ടോ. ഐ ത്രൈസ് പ്രസന്റഡ് ഹിം എ കിങ്ലി ക്രോൺ. ഞാൻ 3 തവണ അദ്ദേഹത്തെ കിരീടം ധരിപ്പിച്ചതാണ്. മാർക്ക് ആന്റണി പറയുകയാണ്, നിങ്ങൾ എല്ലാവരും കണ്ടതാണ്, ലുപ്പർക്കലിൽ വെച്ച് 3 തവണ ഞാൻ ജൂലിയസ് സീസറിനെ കിരീടം ധരിപ്പിച്ചു. which he did thrice refuse. ആ 3 തവണയും അദ്ദേഹം ആ കിരീടം എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു. അദ്ദേഹം അതിനെ നിഷേധിക്കുന്നുണ്ട്. വാസ് ദിസ് ambition? ഇതാണോ നിങ്ങൾ പറഞ്ഞ ദുരാഗ്രഹം? yet Brutus says he was ambitious. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു അദ്ദേഹം ambitious ആണ്. and sure he is an honorable man. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, അദ്ദേഹം വളരെ നല്ലവനാണ്. I speak not to disprove what Brutus spoke. ഞാനിവിടെ സംസാരിക്കുന്നത് ബ്രൂട്ടസിനെ ഖണ്ഡിച്ചുകൊണ്ടല്ല, ബ്രൂട്ടസിനെ എതിർത്തുകൊണ്ടല്ല. ബട്ട് ഹിയർ ഐ ആം ടു സ്പീക്ക് വാട്ട് ഐ ഡു നോ. ഇവിടെ ഞാൻ എനിക്കറിയാവുന്നതായ കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. ആൻഡ് യു ഓൾ ഡിഡ് ലവ് ഹിം വൺസ് നോട്ട് വിതൗട്ട് കോസ്. അതായത് ഒരിക്കൽ ഒരു കാരണവും കൂടാതെ നിങ്ങളെല്ലാവരും സീസറിനെ സ്നേഹിച്ചവരാണ്. അദ്ദേഹം ഭരണത്തിലിരുന്ന സമയത്ത് യാതൊരു കാരണവും കൂടാതെ നമ്മളെല്ലാവരും അദ്ദേഹത്തെ സ്നേഹിച്ചവരാണ്. വാട്ട് കോസ് വിത്ത്ഹോൾഡ് യു ടു മോൺ ഫോർ ഹിം? പിന്നെ എന്താണ് നിങ്ങളെ വിത്ത്ഹോൾഡ് ചെയ്യുന്നത്? സോ ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് വിത്ത്ഹോൾഡ് ഈസ് പ്രിവെൻറ്റ്. വാട്ട് പ്രിവെൻറ്റ്സ് യു? എന്താണ് നിങ്ങളെ പ്രിവെൻറ്റ് ചെയ്യുന്നത്? ടു മോൺ ഫോർ ഹിം, ടു ക്രൈ ഫോർ ഹിം. അദ്ദേഹത്തിന് വേണ്ടി വിലപിക്കാൻ, അദ്ദേഹത്തിന് വേണ്ടി സങ്കടപ്പെടാൻ എന്താണ് പിന്നെ നിങ്ങളെ ഇങ്ങനെ തടഞ്ഞു വെക്കുന്നത്? ഓ ജഡ്ജ്മെന്റ് thou art fled to brutish beast. ശേഷം അദ്ദേഹം നീതിയോടാണ് ഇവിടെ സംസാരിക്കുന്നത്. നീതിയെ ഒരു വ്യക്തിയായി കണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. സോ ഹിയർ ദിസ് ലൈൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പെർസോണിഫിക്കേഷൻ. അദ്ദേഹം പറയുന്നു, ഓ ജഡ്ജ്മെന്റ്, നീതിയെ, thou art fled to brutish beast. നീ വന്യമായ മൃഗക്കൂട്ടത്തിലേക്ക് നീയും ഒളിച്ചോടിയിട്ടുണ്ട്, നീയും പലായനം ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ thou art എന്ന് പറയുമ്പോൾ ധോ എന്ന് പറയുന്നത് ട്രഡീഷണൽ ഇംഗ്ലീഷിനകത്ത് യു എന്നർത്ഥം വരുന്ന വാക്കാണ്. ആർട്ട് എന്ന് പറയുന്നത് ട്രഡീഷണൽ ഇംഗ്ലീഷിനകത്തെ ആർ എന്നർത്ഥം വരുന്ന വാക്കാണ്. അപ്പോൾ ജഡ്ജ്മെൻറ്റിനോടാണ് പറയുന്നത്, ഓ ജഡ്ജ്മെൻറ്റ്, നീ മൃഗങ്ങളുടെ കൂട്ടത്തിലേക്ക്, വൈൽഡ് ബീസ്റ്റിൻ്റെ കൂട്ടത്തിലേക്ക് നീ പലായനം ചെയ്തിട്ടുണ്ട്. ആൻഡ് മെൻ ഹാവ് ലോസ് ദി റീസൺ. മനുഷ്യർക്ക് അവരുടെ റീസണും അവരുടെ വിസ്ഡം, അവരുടെ ലോജിക്, ദേ ഹാവ് ലോസ്റ്റ് എവറിത്തിങ്. അവരെല്ലാ കാര്യങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ബെയർ വിത്ത് മീ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ബി പേഷ്യൻറ്റ്. ഇത്രയും നേരം അദ്ദേഹത്തിൻ്റെ പ്രസംഗം ശ്രവിച്ച ആളുകളോട് അദ്ദേഹം പറയാണ്, പ്ലീസ് ബി പേഷ്യൻറ്റ്. ഇത്രയും നേരം നിങ്ങൾ കേട്ടതിന് എന്നോട് ക്ഷമിക്കണം. ആൻഡ് മൈ ഹാർട്ട് ഇസ് ഇൻ ദ കോഫിൻ ദോ വിത്ത് സീസർ. എൻ്റെ ഹൃദയം ഈ ശവപ്പെട്ടിക്കകത്ത്, കോഫിൻ ശവപ്പെട്ടിയാണ്, ഈ ശവപ്പെട്ടിക്കകത്ത് സീസറിൻ്റെ കൂടെയാണ്. ആൻഡ് ഐ മസ്റ്റ് പോസ് ടിൽ ഇറ്റ് കം ബാക്ക് ടു മീ.
ആ ഹൃദയം എന്നിലേക്ക് തിരികെ വരുന്നത് വരെ ഞാൻ ഇവിടെ പോസ് ചെയ്യുന്നു, ഞാൻ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ ഒരു ഡ്രമാറ്റിക് സ്പീച്ച് ഇവിടെ എൻഡ് ചെയ്യുന്നുണ്ട്. സോ ഒരിക്കൽ കൂടെ നമ്മൾ ഈ ഒരു ഡ്രമാറ്റിക് സ്പീച്ച് ഇതിനകത്ത് എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒരു മലയാളം വേർഷൻ മാത്രം നമ്മളിവിടെ പറയുന്നുണ്ടേ. സുഹൃത്തുക്കളെ, റോമാക്കാരെ, എൻ്റെ നാട്ടുകാരെ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. ഞാൻ സീസറിനെ അടക്കം ചെയ്യാനാണ് വന്നത്, അദ്ദേഹത്തെ പുകഴ്ത്തി പറയാനല്ല, സ്തുതിക്കാനല്ല. മനുഷ്യർ ചെയ്തതായ ചീത്ത കാര്യങ്ങൾ, തിന്മകൾ മരണശേഷവും നിലനിൽക്കുകയും നല്ല പ്രവൃത്തികൾ മരണത്തോടു കൂടെ തന്നെ ഇല്ലാതാവുകയും ചെയ്യുന്നു. സീസറിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് അത് തന്നെയാണ്. ശ്രേഷ്ഠനായ ബ്രൂട്ടസ് നിങ്ങളോട് പറഞ്ഞു സീസർ ആംബിഷ്യസ് ആണ്. അങ്ങനെയായിരുന്നെങ്കിൽ അതൊരു വലിയ തെറ്റാണ്. ആ ഒരു തെറ്റിന് സീസർ ആൻസർ ചെയ്യുകയും കൂടെ ചെയ്തു. ഇവിടെ മഹാനായ ബ്രൂട്ടസിൻ്റെയും നല്ലവരായ ബ്രൂട്ടസിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിൻ്റെയും സമ്മതത്തോടു കൂടെയാണ് ഞാനിവിടെ സംസാരിക്കാൻ വന്നിരിക്കുന്നത്. ബ്രൂട്ടസിൻ്റെ സുഹൃത്തായിരുന്നു അദ്ദേഹം, വിശ്വസ്തനും നീതിമാനുമായിരുന്നു. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു അദ്ദേഹം ആംബിഷ്യസ് ആണ്. മാത്രമല്ല ഇദ്ദേഹം വളരെയധികം നല്ലവനും. അദ്ദേഹം ഒരുപാട് തടവുകാരെ റോമിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ മോചനദ്രവ്യമാണ് അവരുടെ ഖജനാവിനെ നിറച്ചത്. ഇതാണോ സീസറിൽ നിങ്ങൾ കാണുന്ന ദുരാഗ്രഹി? റോമിലെ പാവപ്പെട്ട ജനങ്ങൾ കരഞ്ഞപ്പോൾ അദ്ദേഹവും കൂടെ കരഞ്ഞു. ദുരാഗ്രഹിയായിട്ടുള്ള ഒരാൾ റഫായിരിക്കും, ഹാർഡായിരിക്കും, എപ്പോഴും സ്റ്റേൺ ആൻഡ് സ്റ്റഫ് ആയിരിക്കും. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു അദ്ദേഹം ആംബിഷ്യസ് ആണ്. മാത്രമല്ല ഇദ്ദേഹം വളരെയധികം നല്ലവനും. നിങ്ങളെല്ലാവരും കണ്ടതാണ്, ലുപ്പർക്കലിൽ വെച്ച് 3 തവണ ഞാൻ അദ്ദേഹത്തെ കിരീടം ധരിപ്പിച്ചു. ആ 3 തവണയും അദ്ദേഹം അതിനെ നിരസിച്ചു. ഇതാണോ നിങ്ങൾ കണ്ട ദുരാഗ്രഹം? എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു അദ്ദേഹം ആംബിഷ്യസ് ആണ്. മാത്രമല്ല അദ്ദേഹം വളരെയധികം നല്ലവനുമാണ്. ഞാൻ ഈ സംസാരിക്കുന്നത് ബ്രൂട്ടസിനെ എതിർത്തുകൊണ്ടല്ല, എനിക്കറിയാവുന്നതായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം. നിങ്ങളെല്ലാവരും ഒരിക്കൽ സീസറിനെ സ്നേഹിച്ചവരാണ്, കാരണം കൂടാതെ. പിന്നെ എന്താണ് അദ്ദേഹത്തിന് വേണ്ടി കരയുന്നതിൽ നിന്നും നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത്? ഓ നിധിയെ, നീ വന്യമൃഗക്കൂട്ടത്തിലേക്ക് പലായനം ചെയ്തു. മനുഷ്യർക്ക് അവരുടെ യുക്തിയും വിവേകവും എല്ലാം തന്നെ നഷ്ടപ്പെടുകയും ചെയ്തു. എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഹൃദയം ഈ ഒരു ശവപ്പെട്ടിക്കകത്ത് സീസറിൻ്റെ കൂടെയാണ്. അതെന്നിലേക്ക് തിരികെ എത്തുന്നത് വരെ ഞാൻ ഇവിടെ നിർത്തുന്നു. സോ ദിസ് ഈസ് ദിസ് ഡ്രമാറ്റിക് സ്പീച്ച് ബൈ മാർക്ക് ആൻ്റണി ഇൻ ജൂലിയസ് സീസർ. സോ ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന പോയറ്റിക് ഡിവൈസുകൾ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. സോ സീ യു ഇൻ അനദർ വീഡിയോ. ടിൽ ദെൻ ബൈ. താങ്ക് യു. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ആസ് ഈ കോസസ്.